മക്കളെ SLC കുട്ടികളുടെ കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്ററിലെ കുറച്ച് ടോപ്പിക്കാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ കുട്ടികൾ ആവശ്യപ്പെട്ട ടോപ്പിക്കാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റർ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിനെ 3 വീഡിയോ ആയിട്ട് എടുക്കുന്നുണ്ട്. ഫസ്റ്റ് വീഡിയോയിൽ GAM GMM പറയും, അടുത്ത വീഡിയോയിൽ മോള് പറയും, പിന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇക്വേഷൻസ് പറയും. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ? GAM. അപ്പോൾ ആദ്യം നമുക്ക് അറ്റോമിക് മാസ് ആണ്. എന്താ അറ്റോമിക് മാസും GAM നമുക്ക് വ്യത്യാസം നോക്കാം. അപ്പോൾ ആദ്യം എൻ്റെ കുട്ടികൾ കുറച്ച് ആൾക്കാർ അറ്റോമിക് മാസ് കാണാപ്പാടം പഠിക്കണം. അറ്റോമിക് മാസ് കാണാപ്പാടം പഠിക്കണം. ഓക്കെ കേട്ടോ? അതായത് കുറച്ച് ആൾക്കാർ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് കാണാപ്പാടം പഠിച്ചാളി. ഇന്നത്തെ കുഴപ്പം എന്താ? H1 10 ആൾക്കാർ ഇത് കാണാൻ പഠിക്കും. ഹൈഡ്രജൻ്റെ 1, ഹീലിയത്തിൻ്റെ അറ്റോമിക് മാസ് 4, കാർബണിൻ്റെ അറ്റോമിക് മാസ് 12, നൈട്രജൻ അറ്റോമിക് മാസ് 14, ഓക്സിജൻ അറ്റോമിക് മാസ് 16, സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് 23. അത് തിരിച്ചിട്ടതാണ് സൾഫർ 32, ഫോസ്ഫറസ് ഓൻ്റെ അന്ത്രോനാണ് 31, കാൽഷ്യത്തിൻ്റെ 40, ക്ലോറിൻ 35.5. ഇനി കുറച്ച് ആൾക്കാരെ കൂടി ചേർക്കാനാണ്. അലുമിനിയം 27, മെഗ്നീഷ്യം 24. അപ്പോൾ ഇത് നല്ല കുട്ടികളാണെങ്കിൽ ഇതൊന്ന് കാണാപ്പാടം പഠിച്ചു വെക്കുക. ഓക്കെ, അറ്റോമിക് മാസിന് യൂണിറ്റും ഉണ്ട് കേട്ടോ. എല്ലാവർക്കും യൂണിറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ പാല് അളക്കുമ്പോൾ ലിറ്ററിൽ അളക്കുക അല്ലേ, അതേപോലെ തുണി അളക്കുമ്പോൾ മീറ്ററിൽ അളക്കുക, പഞ്ചസാര അളക്കുമ്പോൾ കിലോഗ്രാമിൽ അളക്കുക, അതേപോലെ ഇതിന് യൂണിറ്റ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ യൂണിറ്റ് അറ്റോമിക് മാസിൻ്റെ യൂണിറ്റ് യു എന്നാ പറയാം. യു. ഇനി ഒന്നും കൂടി അന്നുള്ള കുട്ടികൾക്ക് വേണ്ടി പറയാം. ഈ അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ ഒരു ആറ്റത്തിൻ്റെ മാസാണ് അറ്റോമിക് മാസ്. ഒരു ആറ്റത്തിൻ്റെ മാസാണ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 12 U എടുത്താൽ അതിൽ ഒരു കാർബൺ ഉണ്ടാവുക, 14 U എടുത്താൽ ഒരു നൈട്രജൻ ഉണ്ടാവുക, 23 U എടുത്താൽ ഒരു സോഡിയം ഉണ്ടാവുക. നോക്കിട്ടോ, അപ്പോൾ ഒരാളെ മാസിന് വിളിക്കുന്ന പേരാണെന്ത്? അറ്റോമിക് മാസ്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ നല്ല കുട്ടികളാണ്. പക്ഷേ ഞാൻ കാർബണിൻ്റെ അറ്റോമിക് മാസ് 12 U ആണല്ലോ. യു നമുക്ക് വല്ലാതെ വരുന്നു ചേട്ടാ. 12 അറ്റോമിക് മാസ്. എന്നാൽ ഈ അറ്റോമിക് മാസ് ഗ്രാമിൽ പറഞ്ഞാൽ അതാണ് ഗ്രാം അറ്റോമിക് മാസ്. എന്തോ ഒരു സുഖം. അറ്റോമിക് മാസ് ഗ്രാമിൽ പറഞ്ഞാൽ അതാണ് ഗ്രാം അറ്റോമിക് മാസ്. എന്താ ചെങ്ങൈമാരെ? ഇപ്പോൾ ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16, അപ്പോൾ ഗ്രാം അറ്റോമിക് മാസ് 16 ഗ്രാം. 16 ഗ്രാം. നൈട്രജൻ്റെ അറ്റോമിക് മാസ് 14, അതിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് 14 ഗ്രാം. അപ്പോൾ അറ്റോമിക് മാസ് ഗ്രാമിൽ പറയുമ്പോൾ അതിന് എടുക്കുന്ന പേരാണെന്ത്? ഗ്രാം അറ്റോമിക് മാസ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് GAM. എന്തോ ഒരു സുഖം. ഇനി രസം എന്താ വെച്ചാൽ നോക്കിട്ടോ, 12 U എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസിന് തുല്യമായിട്ട് എടുത്താൽ അതിൽ ഒരു കാർബൺ ആറ്റം ഉണ്ടാവുക. എന്നാൽ ഗ്രാം അറ്റം 12 ഗ്രാം എടുത്താൽ അതിലുള്ള കാർബൺ ആറ്റങ്ങൾ എണ്ണം 6.022 × 10⁻23 6.022 × 10⁻23 ആറ്റംസ്. ഈ സംഖ്യനെ വിളിക്കുന്ന പേരാണ്. ഇത് കണ്ടുപിടിച്ചത് അവഗാഡ്രോ എന്ന് പറഞ്ഞ ചെങ്ങായിയാണ്. അവഗാഡ്രോ കണ്ടുപിടിച്ച അവഗാഡ്രോ അല്ല കേട്ടോ, കണ്ടുപിടിച്ച വേറെ ആളാണ്. അവഗാഡ്രോൻ്റെ പേരാണ് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ഇത് എന്താണ്? ഈ സംഖ്യയ്ക്ക് വിളിക്കുന്ന പേരാണ് അവഗാഡ്രോ നമ്പർ. ഇത് സൂചിപ്പിക്കുക NA. നോക്കിട്ടോ, വലിയ N എഴുതൂ. വലിയ തന്നെയാണ്, പക്ഷെ വേലക്കാരനാക്കി ഇട്ട് കൊടുക്കുക NA, അവഗാഡ്രോ നമ്പർ. അപ്പം ഇങ്ങനെ കണ്ടാൽ അതിൻ്റെ അർത്ഥം NA എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 അവഗാഡ്രോ നമ്പർ. നോക്കിട്ടോ, ഒന്നും കൂടിയും പറയാം. 16 എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഓക്സിജൻ ആറ്റം ഉണ്ടാവുക, ഒരു ഓക്സിജൻ. എന്നാൽ 16 ഗ്രാം എന്ന് പറഞ്ഞാൽ 16 ഗ്രാം എന്ന് പറയുമ്പോൾ 6.022 × 10⁻23 ഓക്സിജൻ ആറ്റംസ്. ഓക്കെ, 14 ഗ്രാം നൈട്രജൻ എന്ന് പറയുമ്പോൾ 6.02. അപ്പോൾ ഏത് ചെങ്ങായിന് അതിൻ്റെ GAM-ന് ഈക്വലാക്കി എടുത്താൽ, ഗ്രാം അറ്റോമിക് മാസിന് ഈക്വലാക്കി എടുത്താൽ, പക്ഷേ അതിലടങ്ങിയിരുന്ന ആറ്റങ്ങളുടെ എണ്ണം 6.022 × 10⁻23. ഇനി മറക്കരുത്. ഞാൻ അടുത്ത പേജ് എടുക്കട്ടെ. നോക്കിട്ടോ മക്കളെ, SLC കുട്ടികളുടെ കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്ററിലെ കുറച്ച് ടോപ്പിക്കാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ കുട്ടികൾ ആവശ്യപ്പെട്ട ടോപ്പിക്കാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റർ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിനെ 3 വീഡിയോ ആയിട്ട് എടുക്കുന്നുണ്ട്. ഫസ്റ്റ് വീഡിയോയിൽ GAM GMM പറയും, അടുത്ത വീഡിയോയിൽ മോള് പറയും, പിന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇക്വേഷൻസ് പറയും. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ? GAM. അപ്പോൾ ആദ്യം നമുക്ക് അറ്റോമിക് മാസാണ്. എന്താ അറ്റോമിക് മാസും GAM നമുക്ക് വ്യത്യാസം നോക്കാം. അപ്പോൾ ആദ്യം എൻ്റെ കുട്ടികൾ കുറച്ച് ആൾക്കാർ അറ്റോമിക് മാസ് കാണാപ്പാടം പഠിക്കണം. അറ്റോമിക് മാസ് കാണാപ്പാടം പഠിക്കണം. ഓക്കെ കേട്ടോ? അതായത് കുറച്ച് ആൾക്കാർ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് കാണാപ്പാടം പഠിച്ചാളി. ഇന്നത്തെ കുഴപ്പം എന്താ? H1 10 ആൾക്കാർ ഇത് കാണാപ്പാടം പഠിക്കും. ഹൈഡ്രജൻ്റെ 1,
ഹീലിയത്തിൻ്റെ അറ്റോമിക് മാസ് 4, കാർബണിൻ്റെ അറ്റോമിക് മാസ് 12, നൈട്രജൻ അറ്റോമിക് മാസ് 14, ഓക്സിജൻ അറ്റോമിക് മാസ് 16, സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് 23. അത് തിരിച്ചിട്ടതാണ് സൾഫർ 32, ഫോസ്ഫറസ് ഓൻ്റെ അന്ത്രോനാണ് 31, കാൽഷ്യത്തിൻ്റെ 40, ക്ലോറിൻ 35.5. ഇനി കുറച്ച് ആൾക്കാരെ കൂടി ചേർക്കാനാണ്. അലുമിനിയം 27, മെഗ്നീഷ്യം 24. അപ്പോൾ ഇത് നല്ല നല്ല കുട്ടികളാണെങ്കിൽ ഇതൊന്ന് കാണാപ്പാടം പഠിച്ചു വെക്കുക. ഓക്കെ, അറ്റോമിക് മാസിന് യൂണിറ്റും ഉണ്ട് കേട്ടോ. എല്ലാവർക്കും യൂണിറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ പാല് അളക്കുമ്പോൾ ലിറ്ററിൽ അളക്കുക അല്ലേ, അതേപോലെ തുണി അളക്കുമ്പോൾ മീറ്ററിൽ അളക്കുക, പഞ്ചസാര അളക്കുമ്പോൾ കിലോഗ്രാമിൽ അളക്കുക, അതേപോലെ ഇതിന് യൂണിറ്റ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ യൂണിറ്റ് അറ്റോമിക് മാസിൻ്റെ യൂണിറ്റ് യു എന്നാ പറയാം. യു 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 ഇനി ഒന്നും കൂടി അന്നുള്ള കുട്ടികൾക്ക് വേണ്ടി പറയാം. ഈ അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ ഒരു ആറ്റത്തിൻ്റെ മാസാണ് അറ്റോമിക് മാസ്. ഒരു ആറ്റത്തിൻ്റെ മാസാണ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 12 യു എടുത്താൽ അതിൽ ഒരു കാർബൺ ഉണ്ടാവുക, 14 യു എടുത്താൽ ഒരു നൈട്രജൻ ഉണ്ടാവുക, 23 യു എടുത്താൽ ഒരു സോഡിയം ഉണ്ടാവുക. നോക്കിട്ടോ, അപ്പോൾ ഒരാളെ മാസിന് എടുക്കുന്ന പേരാണെന്ത്? അറ്റോമിക് മാസ്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ നല്ല കുട്ടികളാണ്. പക്ഷെ ഞാൻ കാർബണിൻ്റെ അറ്റോമിക് മാസ് 12 യു ആണല്ലോ. യു നമുക്ക് വല്ലാതെ വരുന്നു ചേട്ടാ, 12 അറ്റോമിക് മാസ്. എന്നാൽ ഈ അറ്റോമിക് മാസ് ഗ്രാമിൽ പറഞ്ഞാൽ അതാണ് ഗ്രാം അറ്റോമിക് മാസ്. അയ്യേ, എന്തോ ഒരു സുഖം. അറ്റോമിക് മാസ് ഗ്രാമിൽ പറഞ്ഞാൽ അതാണ് ഗ്രാം അറ്റോമിക് മാസ്. എന്താ ചെങ്ങൈമാരെ, ഇപ്പോൾ ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16, അപ്പോൾ ഗ്രാം അറ്റോമിക് മാസ് 16 ഗ്രാം. 16 ഗ്രാം. നൈട്രജൻ്റെ അറ്റോമിക് മാസ് 14, അതിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് 14 ഗ്രാം. അപ്പോൾ അറ്റോമിക് മാസ് ഗ്രാമിൽ പറയുമ്പോൾ അതിന് എടുക്കുന്ന പേരാണെന്ത്? ഗ്രാം അറ്റോമിക് മാസ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് GAM. എന്തോ ഒരു സുഖം. ഇനി രസം എന്താ വെച്ചാൽ നോക്കിട്ടോ, 12 യു എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസിന് തുല്യമായിട്ട് എടുത്താൽ അതിൽ ഒരു കാർബൺ ആറ്റം ഉണ്ടാവുക. എന്നാൽ ഗ്രാം അറ്റം 12 ഗ്രാം എടുത്താൽ അതിലുള്ള കാർബൺ ആറ്റങ്ങൾ എണ്ണം 6.022 ഇൻറ്റു 10⁻23 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ്. ഈ സംഖ്യനെ വിളിക്കുന്ന പേരാണ്. ഇത് കണ്ടുപിടിച്ചത് അവഗാഡ്രോ എന്ന് പറഞ്ഞ ചെങ്ങായിയാണ്. അവഗാഡ്രോ കണ്ടുപിടിച്ച അവഗാഡ്രോ അല്ല കേട്ടോ, കണ്ടുപിടിച്ച വേറെ ആളാണ്. അവഗാഡ്രോൻ്റെ പേരാണ് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ഇത് എന്താണ്? ഈ സംഖ്യയ്ക്ക് വിളിക്കുന്ന പേരാണ് അവഗാഡ്രോ നമ്പർ. ഇത് സൂചിപ്പിക്കുക NA. നോക്കിട്ടോ, വലിയ N എഴുതും, എ വലിയ തന്നെയാണ്, പക്ഷെ വേലക്കാരനാക്കി ഇട്ട് കൊടുക്കുക NA, അവഗാഡ്രോ നമ്പർ. അപ്പം ഇങ്ങനെ കണ്ട അതിൻ്റെ അർത്ഥം NA എന്ന് പറഞ്ഞാൽ 6.022 ഇൻറ്റു 10⁻23 അവഗാഡ്രോ നമ്പർ. നോക്കിട്ടോ, ഒന്നും കൂടിയും പറയാം. 16 എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഓക്സിജൻ ആറ്റം ഉണ്ടാവുക, ഒരു ഓക്സിജൻ. എന്നാൽ 16 ഗ്രാം എന്ന് പറഞ്ഞാൽ 16 ഗ്രാം എന്ന് പറയുമ്പോൾ 6.022 ഇൻറ്റു 10⁻23 ഓക്സിജൻ ആറ്റംസ്. ഓക്കെ, 14 ഗ്രാം നൈട്രജൻ എന്ന് പറയുമ്പോൾ 6.02. അപ്പോൾ ഏത് ചെങ്ങായിന് അതിൻ്റെ GAMന് ഈക്വലാക്കി എടുത്താൽ, ഗ്രാം അറ്റോമിക് മാസിന് ഈക്വലാക്കി എടുത്താൽ, പക്ഷേ അതിലടങ്ങിയിരുന്ന ആറ്റങ്ങളുടെ എണ്ണം 6.022 ഇൻറ്റു 10⁻23. ഇനി മറക്കരുത്, ഞാൻ അടുത്ത പേജ് എടുക്കട്ടെ. നോക്കിട്ടോ, മക്കളെ 16 ഗ്രാം ഓക്സിജൻ എടുത്താൽ പക്ഷേ അത് എത്ര GAM ആണ്? ഒരു GAM കേട്ടോ. ഓക്കെ, ഇനി അന്നുള്ള കുട്ടികൾക്ക് മറിയുമ്പോൾ പറയാം, ഒരു GAM എന്ന് പറഞ്ഞാൽ ഒരു മോൾ ആറ്റം. ഒരു GAM എന്ന് പറഞ്ഞാൽ എന്താണ്? മോൾ ആറ്റം. അപ്പം ഇങ്ങനെ എഴുതി വെച്ചോളി. GAM എന്ന് പറഞ്ഞാലും മോളാറ്റം എന്ന് പറഞ്ഞാലും സെയിം ആട്ടോ. GAMൻ്റെ മറ്റൊരു പേരാണ് മോളാറ്റം. ഇപ്പം പിതാവിന് പറയുന്ന മറ്റൊരു പേരാണ് അച്ഛൻ. അതേപോലെ തന്നെ GAMന് മറ്റൊരു പേരാണ് പക്ഷേ മോളാറ്റം. അപ്പോൾ 16 ഗ്രാം ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഒരു GAM എന്ന് പറഞ്ഞാൽ 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഇനി ഇങ്ങോട്ട് നോക്കിട്ടോ, 32 ഗ്രാം ഓക്സിജനാണ്. കൂട്ടിക്കോളി. ഇനി ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും ഇതിനെ കാണുമ്പോൾ, ഓക്സിജൻ മാഷെ ഓടണോ ഓട്ടിടണോ, എന്തിട്ടാലും ആറ്റം എണ്ണം കാണാൻ തന്നെ പരിപാടി. എത്ര GAM ഉണ്ട് എന്ന് കണ്ടെത്തുക. എത്ര GAM, ഈ GAM മോളാറ്റം ഒന്നാ മനസ്സിലാക്കുക. എത്ര GAM ഉണ്ട് കണ്ടെത്തുക. 32 ഗ്രാം ഓക്സിജൻ എന്ന് പറയുമ്പോൾ 32/16. 16 ഗ്രാം ഓക്സിജൻ ഒരു GAM ആണ്. ആ 32 ഗ്രാം ഓക്സിജൻ 32/16. എന്താ 16? ഓക്സിജൻ്റെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ മാഷെ 2 GAM. നോക്കിട്ടോ, 2 GAM.
ഇനി ഇതിൽ എത്ര ആറ്റംസ് ഉണ്ട്? 2 GM 2 മോളാറ്റം കേട്ടോ. എത്ര ആറ്റംസ് ഉണ്ട്? 2 Na ആറ്റംസ് അല്ലേ? ഞാൻ ചുരുക്കിയിട്ട് ഇതാണ് 2 Na എന്ന് പറഞ്ഞാൽ 2 6.022 × 10⁻23. മക്കളെ നിങ്ങൾ ഭയങ്കര സംഭവമാട്ടോ. നോക്കിട്ടോ പക്ഷേ 14 ഗ്രാം നോക്കി 14 ഗ്രാം നൈട്രജൻ എന്ന് പറയുമ്പോൾ 1 GAM അതിൽ എത്ര ആറ്റംസ് ഉണ്ടാവും എന്ന് പറഞ്ഞാണ് 6.022 × 10⁻23 ആറ്റംസ്. അങ്ങനെയാണെങ്കിൽ 28 ഗ്രാം നൈട്രജൻ എന്ന് പറയുമ്പോൾ എത്ര GAM? 28നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ മാഷ് നേരത്തെ 16 കൊണ്ടല്ലേ നിങ്ങൾ ഡിവൈഡ് ചെയ്ത്, ഇപ്പം എന്താ 14? മക്കളെ നൈട്രജൻ്റെ അറ്റോമിക് മാസ് 14 ആ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ മാഷെ 28/14 2 GAM. അപ്പോൾ 2 മോളാറ്റാണ്, 2 GAM ആണ്. അപ്പോൾ അതിൽ എത്ര ആറ്റംസ് ഉണ്ടാവും പറയും പക്ഷേ 2 × 6.022 × 10⁻23. ഓക്കെ, അങ്ങനെയാണെങ്കിൽ GAMൻ്റെ എണ്ണം കാണാൻ ഞങ്ങൾക്കൊന്നും അറിയണം. നോക്കിട്ടോ പക്ഷേ 60 ഗ്രാം കാർബൺ എത്ര GAM ചോദിച്ചാൽ തന്നിരിക്കുന്ന മാസ് 60നെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓൻ്റെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 GAM എന്ന് കിട്ടും. എത്ര GAM? 5 GAM. ഇനി 5 GAM എന്ന് പറയുമ്പോൾ 5 മോളാറ്റമാണ്. നോക്കിട്ടോ 5 GM എന്ന് പറഞ്ഞാൽ 5 മോളാറ്റമാണ്. 5 മോളാറ്റം എന്ന് പറഞ്ഞാൽ 5 Na ആറ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ ആറ്റം എണ്ണം കാണാൻ പറഞ്ഞാൽ GAMൻ്റെ എണ്ണം കാണാം. GAMൻ്റെ എണ്ണം കണ്ട് ആറ്റത്തിൻ്റെ എണ്ണം കാണാൻ എത്ര GAM ആണോ അതേ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. 1 GAM എന്ന് പറയുമ്പോൾ 6.021023. അപ്പോൾ എത്ര GAM ആണോ അതുകൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് മോളിക്കുലാർ മാസ് എന്ന് പറയുന്ന സെക്ഷൻ എടുക്കട്ടോ. അല്ലേ, മോളിക്കുലാർ മാസ് നിങ്ങൾ ഭയങ്കര സംഭവം കുട്ടികളാട്ടോ. മോളിക്കുലാർ മാസ് ചില കുട്ടികൾക്ക് മോളിക്കുലാർ മാസ് കാണാൻ അറിയില്ല. നമുക്ക് നോക്കാം. NH3ൻ്റെ മോളിക്കുലാർ മാസ് കാണാം. NH3 അപ്പോൾ ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരും, തന്നിട്ടില്ലേ നമുക്ക് എഴുതാൻ അറിയണം. NH3 മോളിക്കുലാർ മാസ് കാണാൻ പറയുമ്പോൾ Nൻ്റെ മാസ് കാണാം. Nൻ്റെ മാസ് 14 അല്ലേ? അപ്പോൾ ഒരു N ആണുള്ളത്. Hൻ്റെ മാസ് 1. എത്ര H ഉണ്ട്? 3 H. അപ്പോൾ ഇതിൻ്റെ മാസ് കാണാം 14 കൂട്ടണം 3 H ഉണ്ട് 3 എന്ന് പറയുമ്പോൾ 17. ഓക്കെ, 17. നോക്കിയിട്ട് CO2ൻ്റെ മോളിക്കുലാർ മാസ് കാണാം. CO2 ഒരു C എന്ന് പറയുമ്പോൾ 12 പ്ലസ് O 2 ഉണ്ട്. ഒരു ഓൻ്റെ 16, 2 ഓമ്പ് 32, 12 32 44. ഓക്കെ, H2SO4ൻ്റെ മോളിക്കുലാർ മാസ് കാണാം. സിമ്പിളാ ചെങ്ങൈമാരെ, സിമ്പിള് നോക്കിട്ടോ. H2 എന്ന് പറയുമ്പോൾ 2 അല്ലേ, പ്ലസ് S 32. ഓക്കെ, 4 ഉണ്ട്. ഒരു ഓൻ്റെ 16, 4 ഉണ്ട്. 4 × 16 64. മൊത്തം കൂട്ടുമ്പോൾ 98 എന്ന് വരും. ഓക്കെ, ഇനി നോക്കിട്ടോ. CaOH ട്വൈസ് ഇങ്ങനെയൊക്കെ തന്നു കേട്ടോ. CaOH ട്വൈസോ അതാ ഇങ്ങോട്ട് നോക്കി. Ca ഇവിടെ 1 അപ്പം 40 പ്ലസ് ഈ ട്വൈസ് ടൈം നടത്തുന്ന ഈ 2 ഓക്കും ബാധകമാണ്, ഈ 2 Hനും ബാധകമാണ്. അപൂർവം ചില കുട്ടികൾ വിചാരിക്കും ഇത് വലിയ കാർബൺ, ഇത് വലിയ കാർബൺ, അത് ബ്രാക്കറ്റ് ആട്ടോ. 2O എന്ന് പറയുമ്പോൾ 32 പ്ലസ് 2H 2 മൊത്തം കൂട്ടുമ്പോൾ 74. അപ്പോൾ നോക്കി മോളിക്കുലാർ മാസ് കാണാൻ അറിയാം. അങ്ങനെ നിങ്ങൾ മോളിക്കുലാർ മാസ് കണ്ടാൽ ഞാൻ അതിന് നേരം കഴിച്ചോളില്ല. കുറച്ച് ആൾക്കാർ മോളിക്കുലാർ മാസ് ഇവിടെ ഇതാണ് NH3 നിങ്ങൾ കണ്ടു നോക്കുക. NH3ൻ്റെ 17. ഓക്കെ, H2O വാട്ടറിൻ്റെ 18. ഇതൊക്കെയാണ് കാണാപ്പാടം പഠിച്ചാണ്ടി. ചെറിയ ആൾക്കാർ ഇതൊക്കെ കാണാപ്പാടം പഠിച്ചാണ്ടി. പക്ഷേ CO2 കാർബൺ ഡൈ ഓക്സൈഡ് 44 കാണാപ്പാടം പഠിച്ചാണ്ടി. CH4 മീഥെയ്ൻ 16 CaCO3 കാൽഷ്യം കാർബണേറ്റ് ലൈംസ്റ്റോൺ ചുണ്ണാമ്പ് കല്ല് അതിൻ്റെ മോളിക്കുലാർ മാസ് 100. H2SO4 സൾഫ്യൂരിക് ആസിഡ് മോളിക്കുലാർ മാസ് 98. O2ൻ്റെ മോളിക്കുലാർ മാസ് 32. N2ൻ്റെ മോളിക്കുലാർ മാസ് 28. H2ൻ്റെ മോളിക്കുലാർ മാസ് 2. അപ്പോൾ കുറച്ച് ആൾക്കാർ മോളിക്കുലാർ ഇതൊക്കെ കാണാപ്പാടം പഠിച്ചിട്ട് നമുക്ക് എക്സാം ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ നല്ല രസമാണ്. ഇനി നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഞാൻ 17 അതിന് U ഉണ്ട് കേട്ടോ. U നമുക്കൊന്നും ഇല്ല, വെറുതെ പറയാം. 17 U എടുത്താൽ അത് മാഷ് 1 അമോണിയ മോളിക്കൂളാണ്. ഓക്കെ, 17 U എടുത്താൽ അത് 1 അമോണിയ മോളിക്കൂളാണ്. ഓക്കെ, എന്നാൽ 17 ഗ്രാം അമോണിയ എടുത്താൽ അതിന് മാഷെ 6.022 × 10⁻23 അമോണിയ മോളിക്യൂൾസ് ഉണ്ടാവും.
ഈ മലയാളം മീഡിയക്കാർക്ക് വേണ്ടി പറയാം, മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ തന്മാത്രകൾ കേട്ടോ, എഴുതി വെച്ചോളി. മോളിക്യൂൾസ് തന്മാത്രകൾ. ഓക്കെ, 17 U എന്ന് പറഞ്ഞാൽ ഒരു അമോണിയം മോളിക്യൂൾ ഉണ്ടാവുള്ളൂ. 17 ഗ്രാം എന്ന് പറഞ്ഞാൽ 6.01023 അമോണിയം മോളിക്യൂൾ ഉണ്ടാവും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ മാസ്. എന്നാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്രാം മോളിക്കുലാർ മാസ്. അതാണ് GMM. മോളിക്കുലാർ മാസ് ഗ്രാമിൽ പറഞ്ഞാൽ അതിന് വിളിക്കുന്ന പേരാണ് GMM. നമുക്ക് GMM. അപ്പൊ GMM എന്ന് പറഞ്ഞാൽ അതിന് എത്ര ആൾക്കാരുണ്ടാവും പറയണേ? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. നോക്കിട്ടാ, പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്കുലാർ മാസ് 44 എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ഗ്രാം മോളിക്കുലാർ മാസ് GMM 44 ഗ്രാം. നോക്കിട്ടോ, വെറും 44 U കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താൽ ഒരു മോളിക്യൂൾ ആണെങ്കിൽ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താൽ പക്ഷേ 6.022 × 10⁻23 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ ഏതൊരു ചെങ്ങായിനി അതിൻ്റെ GMM എടുത്താൽ അതിലടങ്ങുന്ന മോളിക്യൂൾസ് എണ്ണത്രയ്ക്കാരം പക്ഷേ 6.022 × 10⁻23. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി പറയാം. നോക്കിയിട്ട് നിങ്ങൾ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് പറയുമ്പോൾ ഒരു GMM ആണ് കിട്ടി. ഓക്കെ, ഈ GMM എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ കേട്ടോ. GMM എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ GAM എന്ന് പറഞ്ഞാൽ മോളാറ്റാണെങ്കിൽ, GAM എന്ന് പറഞ്ഞാൽ മോളാറ്റാണെങ്കിൽ GMM എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ. ഇനി മോളിക്യൂൾ എന്ന് പറയണ്ട, മോൾ എന്ന് പറഞ്ഞാലും മതി. പോട്ടെ, നോക്കിട്ടോ, ഈ 44 ഗ്രാം CO2 ഒരു GMM. ഒരു GMM-ൽ അടങ്ങിയിരിക്കുന്ന മോളിക്യൂളിൻ്റെ എണ്ണം 6.022 × 10⁻23 എന്നാണ്. അങ്ങനെയാണെങ്കിൽ 88 ഗ്രാം CO2 എത്ര GMM? 88/44. 44 ഗ്രാം CO2 ഒരു GMM ആണെങ്കിൽ 88 ഗ്രാം CO2 88/44 എത്ര GMM? 2 GMM. ഓക്കെ, എന്ന് പറഞ്ഞാൽ 2 മോൾ മോളിക്യൂൾ അല്ലെങ്കിൽ 2 മോൾ. അതിലെത്ര മോളിക്യൂൾസ് ഉണ്ടാവും? 2 Na മോളിക്യൂൾസ് ഉണ്ടാവും. ഓക്കെ, നോക്കിട്ടോ, 132 ഗ്രാം CO2 എത്ര GMM ചോദിച്ചാൽ 132/44 എന്ന് പറഞ്ഞാൽ 3 GMM. അയ്യോ, എത്ര GMM? 3 GMM. എങ്കിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാകും? 3 Na മോളിക്യൂൾസ്. അയ്യോ, നോക്കിട്ടെ, നിങ്ങൾ വേറെ ലെവലാട്ടോ. നിങ്ങൾ ഭയങ്കര, നിങ്ങൾക്ക് എന്താ നിങ്ങൾ നല്ല കുട്ടികളറിയാം. ഓക്കെ, ഒന്നും കൂടി കട്ടപ്പ പറയാം. നോക്കിട്ടെ, നോക്കി CH4-ൻ്റെ GMM 16 ഗ്രാമാണ്. ഓക്കെ, എങ്കിൽ 16 ഗ്രാം CH4 എടുത്തു കഴിഞ്ഞാൽ അത് ഒരു GMM ആണ്. അല്ലെ, ഒരു GMM എന്ന് പറഞ്ഞാൽ ഒരു മോളാണ്. ഒരു മോള് എന്ന് പറഞ്ഞാൽ പക്ഷേ അതിൽ 6.022 × 10⁻23 മോളിക്യൂൾസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 32 ഗ്രാം CH4 എന്ന് പറയുമ്പോൾ എത്ര GMM? 32/16. 32നെ 16 ഡിവൈഡ് ചെയ്താൽ 2 GMM എന്ന് കിട്ടും. എങ്കിൽ അത് എത്ര മോളാ? 2 മോളാ. എന്ന് പറഞ്ഞാൽ 2 Na മോളിക്യൂൾസാ. 2 മോള് കിട്ടിക്കഴിഞ്ഞാൽ, GMM കിട്ടിക്കഴിഞ്ഞാൽ മോളിക്യൂൾസ് എണ്ണം കാണാൻ അതിനെ Na കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെറുതെ നിങ്ങൾ വേറെ എന്തോ മരുന്ന് പിടിച്ചുകൊണ്ടിട്ടോ വെറുതെ 2-3 ക്വസ്റ്റ്യൻ തരാം. നോക്കിട്ടോ, പക്ഷേ 5 നോക്കി NH3 170 ഗ്രാം NH3 170 ഗ്രാം NH3 എത്ര GMM എന്ന് പറയും? 170/17. ഓക്കെ, എന്താ 17? അതിൻ്റെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 10 GMM ആണ്. 10 GMM. അതെത്ര മോളാണ്? 10 മോളാണ്. GMM തന്നെയാണ് മോളാ ചെങ്ങായിമാരെ. അതിലെത്ര മോളിക്യൂൾസ് ഉണ്ട്? 10 Na മോളിക്യൂൾസ്. 10 Na മോളിക്യൂൾസ്. ഇനി ഞാൻ വേറൊരു പരിപാടിയും കൂടി പറയാം. ഈ മോളിക്യൂൾസ് എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ എണ്ണം കാണാം. മോളിക്യൂൾസ് എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ എണ്ണം കാണാം. എങ്ങനെ അറിയാം? മോളിക്യൂൾസിൻ്റെ എണ്ണത്തിന് 10 Na അറ്റോമിസിറ്റി കൊണ്ട് ഇൻറ്റു ചെയ്യുക. എന്തേ? അറ്റോമിസിറ്റി കൊണ്ട് എന്ത് ചെയ്യുക? എന്തേ? അറ്റോമികത. അറ്റോമികത കൊണ്ട് ഇൻറ്റു ചെയ്യുക. അറ്റോമികത അതെന്താ മാഷേ? അതല്ല മാഷേ, നോക്കിട്ടോ, CO2-ൻ്റെ അറ്റോമികത 3 ആണ്. അതായത് ഒരു തന്മാത്രയിൽ ഒരു മോളിക്യൂളിൽ എത്ര ആറ്റം ഉണ്ട്? അതാണ് അറ്റോമികത. CO2-ൽ ഒരു C 2O എന്ന് പറഞ്ഞാൽ അറ്റോമികത എത്രയാണ്? 3 ആണ്. നോക്കിട്ടോ, CH4-ൻ്റെ അറ്റോമികത ഒരു C 4H അറ്റോമികത 5 ആണ്. O2-ൻ്റെ അറ്റോമികത 2 ആണ്. H2O-ൻ്റെ അറ്റോമികത 3 ആണ്. 2H 1O. അപ്പോൾ NH-ൻ്റെ അറ്റോമികത 4 ആണ്. അപ്പോൾ പക്ഷേ മോളിക്യൂൾ എണ്ണത്തിന് 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 4 × 10 തന്നെ 40 Na ആറ്റങ്ങൾ ഉണ്ടാവും. നോക്കിട്ടോ,
ആറ്റത്തിൻ്റെ എണ്ണം കാണാൻ ഒരു പണിയില്ല, അറ്റോമിക് കൊണ്ട് ഗുണിക്കുക. ഞാൻ ഒന്നും കൂടിയും പറയാം, നിങ്ങൾ വേറെ ലെവലാട്ടോ. നോക്കിട്ടോ, 64 ഗ്രാം O2, 64 ഗ്രാം O2 അതെത്ര GMM എന്ന് കാണാം. 64നെ 32 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്താ 32 ഡിവൈഡ് ചെയ്യേണ്ടത്? 16 അല്ലേ? അല്ല, GMM കാണാൻ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. GAM കാണാൻ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. GMM കാണാൻ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 64നെ 32 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 2 GMM എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ 2 മോള് എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ 2 മോൾ. ഈ യൂണിറ്റ് ഇടുമ്പോൾ MOL എന്നിടൂല കേട്ടോ, MOL എന്നിടുള്ളൂ. മോള് സെൻറ്റൻസ് ആയിട്ട് എഴുതുമ്പോൾ MOL എന്നിടട്ടോ. ഓക്കെ, 2 മോൾ. ഇനി ഇത് എത്ര മോളിക്യൂൾസ് ഉണ്ട്? 2 Na മോളിക്യൂൾസ്. അത് Na എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ മോളിക്യൂൾസ്. എത്ര ആറ്റംസ് ഉണ്ട്? ആറ്റം എണ്ണം കാണാൻ മോളിക്യൂൾ എണ്ണം അറ്റോമിസിറ്റി കൊണ്ട് ഇൻറ്റു ചെയ്യുക. O2ൻ്റെ അറ്റോമിസിറ്റി 2 ആണ്. അപ്പോൾ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 4 Na ആറ്റംസ്. അപ്പോൾ ആറ്റങ്ങളുടെ എണ്ണം ഇങ്ങനെയും കണ്ടുപിടിക്കട്ടോ. മോളിക്യൂൾസ് എണ്ണത്തിന് അറ്റോമിസിറ്റി കൊണ്ട് ഗുണിക്കുക. ഓക്കെ, ഇനി മാഷേ നമുക്ക് പുതിയ ഒരു ടോപ്പിക്, അതായത് മോളുമായി ബന്ധപ്പെട്ട ടോപ്പിക് അടുത്ത വീഡിയോയിൽ പറയാം. കുറേ ലെങ്ത് ആകുമ്പോൾ നമുക്ക് കിട്ടൂല. ഇത് വൈ തെർത്തീബായിട്ട് തന്നെ കാണണം കേട്ടോ. ആദ്യം ഇത് കാണാം, പിന്നെ അടുത്ത് കാണാം, പിന്നെ അടുത്ത് കാണാം. ഓക്കെ, വീണ്ടും കാണാം.